Hello everyone. I know some of you students want to become doctors, engineers or scientists etc. For that, you need to crack some of the competitive exams like NEET, JEE. Okay. One fine morning, it won't be easy to crack those exams. You need to practice it from the beginning. For such students, Brilliant Studies Under Pala along with Malayalam Manorama conducts Brilliant Science Olympiad BSO. നിങ്ങൾ 5 മുതൽ 10 വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ വർഷം നമ്മൾ ബ്രില്യൻറ്റ് സയൻസ് ഒളിമ്പ്യാഡ് നടത്തുന്നത്. CBSE സ്റ്റേറ്റ് ICSE സിലബസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മൾ ഇന്നിവിടെ BSOയുടെ ഫിസിക്സിൻ്റെ സിലബസ് ഡിസ്കസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഫിസിക്സിൽ നിങ്ങൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് അതിലെ ഏതൊക്കെ ടോപ്പിക്സ് പഠിക്കണം എന്നുള്ളത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. Okay, so now we can discuss about the BSO Physics syllabus for class 10. ഇതാണ് നമ്മളുടെ മെയിൻ ടോപ്പിക്സ് വരുന്നത്. ഇലക്ട്രിസിറ്റി, ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, മോഷൻ ആൻഡ് ഇക്വേഷൻസ് ഓഫ് മോഷൻ, ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷൻ, ഗ്രാവിറ്റേഷൻ, വർക്ക് എനർജി ആൻഡ് പവർ, സൗണ്ട്, റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, ഹ്യൂമൻ ഐ ആൻഡ് കളർഫുൾ വേൾഡ്. അപ്പോൾ ഇതിനകത്ത് ഓരോന്നിലും വരുന്ന സബ് ടോപ്പിക്സ് ഒക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇലക്ട്രിസിറ്റി, ഇലക്ട്രിക് കറണ്ട് ആൻഡ് സർക്യൂട്ട്, ദെൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഓംസ് ലോ, റെസിസ്റ്റൻസ് ആൻഡ് റെസിസ്റ്റിവിറ്റി, കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് സീരീസും പാരലലും പഠിക്കണം, ദെൻ ഇലക്ട്രിക് പവർ, ദെൻ ഹൗസ് ഹോൾഡ് സർക്യൂട്ട്സ്. ഇത്രയാണ് നിങ്ങൾ ഇലക്ട്രിസിറ്റിയിൽ കവർ ചെയ്യേണ്ട ടോപ്പിക്സ്. ദെൻ വരുന്നത് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, ജൂൾസ് ലോ, ആപ്ലിക്കേഷൻസ് ഓഫ് ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അതായത് ഹീറ്റിംഗ് ഇഫക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന അതിൻ്റെ ലൈക്ക് ഏതൊക്കെ ഡിവൈസിലാണ് നമ്മൾ ഹീറ്റിംഗ് ഇഫക്റ്റ് യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ ജൂൾസ് ലോ പഠിക്കണം. ദെൻ വരുന്നത് മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. അവിടെയുള്ളത് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഫീൽഡ് ലൈൻസ്, മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആൻഡ് സോളിനോയിഡ്. അത് ഏത് ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക, എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക, കറണ്ട് ഡയറക്ഷനും ഫീൽഡിന്റെ ഡയറക്ഷനും ഒക്കെ എങ്ങനെയായിരിക്കും ഡിപ്പെൻഡ് ചെയ്യാന്നൊക്കെ അറിഞ്ഞിരിക്കണം. ദെൻ ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, അവിടെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനൊക്കെ അറിഞ്ഞിരിക്കണം. ഇലക്ട്രോ മാഗ്നറ്റ്സ്, ഇലക്ട്രിക് മോട്ടോർ, മൂവിങ് കോയിൽ, ലൗഡ് സ്പീക്കർ, ഇത്ര കാര്യങ്ങൾ പഠിക്കണം. ദെൻ മോഷൻ ആൻഡ് ഇക്വേഷൻസ് ഓഫ് മോഷൻ, അവിടെ പഠിക്കേണ്ട കാര്യങ്ങൾ മോഷൻ, ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്, യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം മോഷൻ, speed, velocity, acceleration, distance time graph, velocity time graph, equations of motion, uniform circular motion. അടുത്ത വരുന്നത് ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷൻ ആണ്. അവിടെ ഫോഴ്സ് ആൻഡ് ടൈപ്സ് ഓഫ് ഫോഴ്സസ് പഠിക്കുക, ടേണിംഗ് ഫോഴ്സ് കോൺസെപ്റ്റ് പഠിക്കുക, ദെൻ ഫോഴ്സസ് ഇൻ ഇക്വിലിബ്രിയം, ഇനേർഷ്യ, മൊമെന്റം, ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, സെക്കൻഡ് ലോ ഓഫ് മോഷൻ, തേർഡ് ലോ ഓഫ് മോഷൻ, ഇമ്പൾസ്. ദെൻ ഗ്രാവിറ്റേഷൻ എന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, മാസ് ആൻഡ് വെയിറ്റ്, സർക്കുലർ മോഷൻ. വർക്ക് എനർജി ആൻഡ് പവറിൽ വർക്ക് ആൻഡ് വേരിയസ് യൂണിറ്റ്സ് പഠിക്കണം, എനർജി ആൻഡ് വേരിയസ് യൂണിറ്റ്സ് പഠിക്കണം, പവർ ആൻഡ് വേരിയസ് യൂണിറ്റ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എനർജി. ഓക്കെ. ദെൻ സൗണ്ടിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൗണ്ട് വേവ്സ്, reflection of sound waves and their uses, natural vibrations, damped vibrations, forced vibrations and resonance, then uses of ultrasonic waves. ഇത്രയാണ് സൗണ്ടിൽ നിങ്ങൾ കവർ ചെയ്യേണ്ട ടോപ്പിക്സ്. ദെൻ റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിൽ റിഫ്ലക്ഷൻ, ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഒക്കെ പഠിക്കണം, സ്പെറിക്കൽ മിറേഴ്സ് പഠിക്കണം, ഇമേജ് ഫോർമേഷൻ ബൈ സ്പെറിക്കൽ മിറേഴ്സ് അറിഞ്ഞിരിക്കണം, സൈൻ കൺവെൻഷൻ അറിയണം, ദെൻ മിറർ ഫോർമുല ആൻഡ് മാഗ്നിഫിക്കേഷൻ, refraction, refraction through a glass slab, Snell's law, refraction by spherical mirrors, image formation in lenses, lens equation and magnification, power of lens, compound microscope, telescope. ഇത്രയാണ് ലൈറ്റിന്റെ കേസിൽ റിഫ്രാക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിൽ നിങ്ങൾ കവർ ചെയ്യേണ്ട കാര്യങ്ങൾ. ദെൻ ഹ്യൂമൻ ഐ ആൻഡ് കളർഫുൾ വേൾഡ്, ഹ്യൂമൻ ഐ ലൈക്ക് ഓരോ പാർട്ടുകളും പഠിക്കണം. ദെൻ ഡിഫക്ട്സ് ഓഫ് വിഷൻ ആൻഡ് ദെയർ കറക്ഷൻ, refraction of light through a prism, dispersion, total internal reflection,
റെയിൻബോ, അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ, സ്കാറ്ററിംഗ് ലൈറ്റ്, സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. ഓക്കെ, സോ നമുക്ക് ക്ലാസ് 10ന്റെ കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ 200 ohm resistor carries 2 ampere current for 10 seconds. How much heat is produced according to Joule's law? A 200 ohm resistor carries 2 ampere current for 10 seconds. How much heat is produced according to Joule's law? Option A 400 joule, option B 800 joule, option C 8000 joule, option D 80 joule. Okay, അപ്പോൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഹീറ്റ് ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ജൂൾസ് ലോ, അക്കോർഡിംഗ് ടു ജൂൾസ് ലോ ഹീറ്റ് ജനറേറ്റഡിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? H is equal to I squared RT ആണ് അല്ലേ? I squared RT വരും, which is equal to അതിന്റെ വാല്യൂ ഇവിടെ എത്ര തന്നിട്ടുള്ളത്? 2 ആണ്. 2ന്റെ സ്ക്വയർ വരുമ്പോൾ 4 വരും. ഇൻടു ആറിന്റെ വാല്യൂ 200 ആണ്. Then it is given as 10. So the answer would be 8000 joule അല്ലേ? 4 into 200 into 10, 8000 joule ആയിരിക്കും ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ്. Next one, a current carrying wire is placed parallel to a uniform magnetic field. What will be the nature of the magnetic force acting on it? A current carrying wire is placed parallel to a uniform magnetic field. What will be the nature of the magnetic force acting on it? Option A, maximum and perpendicular. Option B, 0. Option C, along the field. Option D, opposite to current. അതായത് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ട്, അതായത് ഫീൽഡിന്റെ ഡയറക്ഷന് പാരലൽ ആയിട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദ നേച്ചർ ഓഫ് ദ മാഗ്നറ്റിക് ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ്? ഒരു കണ്ടക്ടറിനെ നമ്മൾ പാരലൽ ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുമോ? ഇല്ല അല്ലേ? നമ്മൾ പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ഒരു ആംഗിൾ വെച്ചിട്ട് സർട്ടൻ ഒരു ആംഗിൾ മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുമ്പോൾ മാത്രമാണ് അത് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ. വെൻ ഫീൽഡ് ആൻഡ് കണ്ടക്ടർ ആർ പാരലൽ അവിടെ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കില്ല. സോ ദ ആൻസർ വുഡ് ബി 0. Then a satellite is revolving very close to the Earth's surface. What will happen if its speed is slightly reduced? A satellite is revolving very close to the Earth's surface. What will happen if its speed is slightly reduced? First one, it will start revolving in a bigger orbit. Option B, it will escape into space. Option C, it will fall back to Earth. Option D, it will keep moving with a new speed. Okay, ഇപ്പോൾ ഒരു സാറ്റലൈറ്റ് എർത്തിന്റെ സർഫസിനോട് ക്ലോസ് ആയിട്ട് തന്നെ എർത്തിനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദെൻ എർത്ത് സർഫസ്, ഓക്കെ, ദെൻ വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ഇറ്റ് സ്പീഡ് ഇസ് സ്ലൈറ്റ്ലി റെഡ്യൂസ്ഡ്? അതിന്റെ സ്പീഡ് നമ്മളൊന്ന് ചെറുതായിട്ട് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റുന്നുണ്ടായിരിക്കും? ഇറ്റ് വിൽ സ്റ്റാർട്ട് റിവോൾവിംഗ് ഇൻ എ ബിഗർ ഓർബിറ്റ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല അല്ലേ? ദെൻ ഇറ്റ് വിൽ എസ്കേപ്പ് ഇൻ ടു സ്പേസ്. അങ്ങനെ ചാൻസ് ഉണ്ടോ? ദെൻ ഇറ്റ് വിൽ ഫോൾ ബാക്ക് ടു എർത്ത്. അതായത് ഇവിടെ നിങ്ങൾ ഓർക്കുക, നമ്മൾ സാറ്റലൈറ്റ് എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആരായിരിക്കും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിരിക്കും അല്ലേ? അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ നിന്നിട്ട് തന്നെ, ആ ഒരു ഓർബിറ്റിന്റെ അതേ ഹൈറ്റിൽ നിന്നിട്ട് തന്നെ അതിന്റെ വെലോസിറ്റി കുറഞ്ഞു കഴിയുമ്പോൾ ഈ mv²/r എന്നുള്ള വാല്യൂ, v കുറഞ്ഞു കഴിയുമ്പോൾ mv²/r എന്നുള്ള വാല്യൂ കുറഞ്ഞു കഴിയുമ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം അതിങ്ങനെ റിവോൾവ് ചെയ്യാതിട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ട് വരുന്നതുകൊണ്ടിട്ട് തന്നെ ഇതെന്ത് ചെയ്യും? fall to earth ആയിരിക്കും. സാറ്റലൈറ്റ് എർത്തിലേക്ക് ഫോൾ ചെയ്യുന്നുണ്ടായിരിക്കും. So the answer would be it will fall back to earth. Then why do stars appear to twinkle but planets do not? Why do stars appear to twinkle but planets do not? Stars എന്ത് ചെയ്യും? ട്വിങ്കിൾ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ? നമ്മൾ കാണുന്ന പ്ലാനറ്റ്സ് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ? അപ്പം അതിന്റെ റീസൺ ആണ് പറയുന്നത്. പ്ലാനറ്റ്സ് emit their own light. Planets emit their own light. Correct ആണോ അത്? അല്ല അല്ലേ? Stars are more distant. Stars are more distant. Okay, അത് ശരിയാണ്. But still അതായിരിക്കില്ല ആൻസർ വരുന്നുണ്ടായിരിക്കുക. Then light from stars is refracted more by the atmosphere due to being point sources. Okay, ഇവിടെ നമ്മൾ stars are more distant എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു സ്റ്റാർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പോയിന്റ് സോഴ്സ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക.
അപ്പോൾ അവിടുന്ന് വരുന്ന ലൈറ്റ് നമ്മളുടെ അടുത്തേക്ക് എത്തുമ്പോൾ, അതായത് എർത്തിലൂടെ അറ്റ്മോസ്ഫിയറിലൂടെ പാസ് ചെയ്ത് വരുമ്പോൾ എന്ത് ചെയ്യും? റിഫ്രാക്ഷൻ നടക്കുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ആ റിഫ്രാക്ഷൻ നടക്കുന്നതുകൊണ്ട് ആ വരുന്ന ലൈറ്റ് റേസ് എപ്പോഴും നമ്മളുടെ കണ്ണിലേക്ക് എത്തണം എന്നില്ല. സോ അതുകൊണ്ടാണ് എന്ത് ചെയ്യുക, നമ്മൾക്ക് സ്റ്റാർസ് ട്വിങ്കിൾ ചെയ്യുന്ന മാതിരി ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. സോ ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആയിരിക്കും. ലൈറ്റ് ഫ്രം സ്റ്റാർസ് ഇസ് റിഫ്രാക്റ്റഡ് മോർ ബൈ ദി അറ്റ്മോസ്ഫിയർ ഡ്യൂ ടു ബീങ് പോയിന്റ് സോഴ്സസ്. Then a convex lens has a focal length of 15 centimeter. At what distance from the lens should an object be placed to obtain a real inverted image of the same size as the object? Option A 15 centimeter, option B 30 centimeter, option C 45 centimeter, option D 60 centimeter. അവിടെ പറഞ്ഞിരിക്കുന്നത് a convex lens has a focal length of 15 centimeter. At what distance from the lens should an object be placed to obtain a real inverted image of the same size as the object? ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്. ആ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ സെയിം സൈസിലുള്ള ഒരു റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് നമുക്ക് ഒബ്റ്റൈൻ ചെയ്യണം. കോൺവെക്സ് ലെൻസിന്റെ കേസിൽ നമ്മൾക്കറിയാം, അവിടെ ഇപ്പം നമ്മൾ ഓരോരോ പൊസിഷൻസിൽ ഒബ്ജക്റ്റ് വെച്ചാൽ എവിടെയാണ് ഇമേജ് ഫോം ചെയ്യാന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പം എവിടെ വെച്ചാലായിരിക്കും നിങ്ങൾക്ക് റിയൽ ഇമേജ് കിട്ടണം, ഇൻവേർട്ടഡ് ആയിരിക്കണം, ഒബ്ജക്റ്റിന്റെ സെയിം സൈസിലായിരിക്കണം. അപ്പം 2F വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മളിപ്പം ഒരു കോൺവെക്സ് ലെൻസിന്റെ 2F ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2F1 ഒരു സൈഡിൽ 2F നമ്മൾ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിൽ 2F ഇമേജ് ഫോം ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ? സെയിം സൈസിലായിരിക്കും, ഇൻവേർട്ടഡ് ആയിട്ടായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പോൾ 2F നമ്മൾ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം സൈസിലും ഇൻവേർട്ടഡും ആയിട്ടുള്ള ഇമേജ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ എഫിന്റെ വാല്യൂ എത്ര തന്നിട്ടുണ്ട്? 15 സെന്റിമീറ്റർ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഒബ്ജക്റ്റ് നമ്മൾ എവിടെ പ്ലേസ് ചെയ്യണം? 2F, അതായത് 30 സെന്റിമീറ്ററിൽ വേണം നമ്മൾ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ദിസ് വെയർ അവർ സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഓൺ ക്ലാസ് 10. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, എല്ലാ ടോപ്പിക്സും കവർ ചെയ്ത് പഠിക്കുക, നന്നായിട്ട് എക്സാമിന് പെർഫോം ചെയ്യുക. ഓക്കെ, താങ്ക് യു.